ലഡാക്കിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിന്ന് ലഡാക്കിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെ ഒന്നാം സ്വാതന്ത്ര്യദിനം എന്ന് ആഘോഷിച്ച ജനത ഇന്ന് അതേ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലാണ്. അതീവ പ്രാധാന്യമേറിയൊരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു വരി പോലും വിടാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഭാരതത്തിൽ വലിയൊരു പ്രക്ഷോഭം നടന്നിട്ടും എന്താവും തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും കേരളത്തിൽ അത് ചർച്ചയാവാത്തത്? പറഞ്ഞു വന്നത് ലഡാക്കിലെ ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. മക്സാസ് അവാർഡും റോളക്സ് അവാർഡുമൊക്കെ നേടിയ ജനകീയനും പരിസ്ഥിതിവാദിയും സയൻറ്റിസ്റ്റും സർവോപരി 3 ഇഡിയറ്റ്സ് എന്ന സിനിമയിലെ അമീർ ഖാൻ്റെ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പ്രചോദനവുമായ സോനം വാങ്ചുക് എന്നൊരാൾ തൻ്റെ ജനതയ്ക്ക് വേണ്ടി 21 ദിവസം നിരാഹാരം നടത്തി ഇന്നലെ ഹോസ്പിറ്റലിലായിട്ടും ആ പ്രക്ഷോഭം മോദിക്കും അമിത്ഷായ്ക്കും BJPക്കും എതിരെയുള്ളതായിട്ടും ചൈനയ്ക്കും പാകിസ്ഥാനും താൽപ്പര്യമുള്ള വിഷയമായിട്ടും കേരളത്തിൽ ഒരു ചെറിയ കോളം വാർത്ത പോലും ആയിട്ടില്ല ഇന്നുവരെ. എന്തായിരിക്കാം കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ അടുക്കുമ്പോൾ കൂടുതൽ നന്നായി കത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ വെച്ചിരിക്കുകയാണ് ഈ വിഷയമെന്നാണ്. അപ്പോഴേക്കും ഈ പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ ബുദ്ധികേന്ദ്രമായ ചൈനയും സോറോസും പ്രക്ഷോഭകാരികളായ ജനങ്ങളിൽ ആരെയെങ്കിലുമോ അല്ലെങ്കിൽ ജനപ്രിയനായ ഈ സോനം വാങ്ചുക്കിനെ തന്നെയോ കൊല്ലാനും പോലും പദ്ധതിയിട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ ഭയക്കുന്നു. ആദ്യപടിയായി യൂട്യൂബ് രംഗത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മോദി വിരുദ്ധനായ ദുർവിരാത്തി തൻ്റെ ചാനലിൽ ലഡാക്ക് കത്തുന്നു, മാധ്യമങ്ങളും ഭരണകൂടവും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ പിന്തുടർന്ന് മോദി അനുകൂലികളായി കാണപ്പെടുന്ന യൂട്യൂബ് ചാനലുകൾ പോലും എതിർപക്ഷത്ത് ലോകപ്രിയനായ സോനം വാങ്ചുക് ആയതുകൊണ്ട് തന്നെ മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി തന്നെയാണ് വാർത്ത ചെയ്യുന്നത്. ഇന്നലെ തൻ്റെ 21 ദിവസത്തെ നിരാഹാരത്തിൻ്റെ അവസാന ദിവസം സാക്ഷാൽ സൗത്ത് ഇന്ത്യൻ മോദി വിരോധി പ്രകാശ് രാജ് സോനം വാങ്ചുക്കിനെ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുകയും ചെയ്തു. ആശുപത്രിയിലായ സോനം വാങ്ചുക്കിന് പകരം അടുത്ത 10 ദിവസം ലഡാക്കിലെ സ്ത്രീകളാണ് നിരാഹാരം കിടക്കുന്നത്. സോനം വാങ്ചുക്ക് എന്ന നല്ല മനുഷ്യൻ ആശുപത്രിയിൽ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ സംവിധായകരായ ചൈനയും സോറോസും പല നാടകങ്ങളും സൃഷ്ടിച്ചേക്കാം. സമരത്തിൻ്റെ മുഖം തന്നെ മാറിയേക്കാം. സ്ത്രീകളെ മറപിടിച്ച് മോദിക്കെതിരെ വലിയ വാർത്ത സൃഷ്ടിക്കാൻ പോകും മുമ്പുള്ള ഒരു മൗനം മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും കാണിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് സംഭവമെന്ന് കാണുന്നവർക്ക് മനസ്സിലായിട്ടില്ലല്ലേ? വിശദമായി പറയാം. ലഡാക്കിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ആദ്യമേ തന്നെ പറയാം. ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിന്ന് ലഡാക്കിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെ ഒന്നാം സ്വാതന്ത്ര്യദിനം എന്ന് ആഘോഷിച്ച ജനത ഇന്ന് അതേ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലാണ്. അവരുടെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളിൽ ഒന്ന് ലഡാക്കിന് സ്വന്തം സംസ്ഥാന പദവി വേണം എന്നാണ്. രണ്ടാമത്തെ ആവശ്യം ലഡാക്കിന് ഷെഡ്യൂൾ 6 എന്ന ഭരണഘടനയിലെ സ്പെഷ്യൽ പദവി നൽകണമെന്നും. ഇത് BJP അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നതാണെന്നും ലഡാക്കിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണെന്നും പറഞ്ഞ് ജനകീയനും പരിസ്ഥിതിവാദിയും സയൻറ്റിസ്റ്റുമായ സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ വരെ ലഡാക്കിലെ ജനത സമാധാനപരമായ പ്രക്ഷോഭം അവിടെ നടത്തിപ്പോകുന്നത്. നാളെ മുതലുള്ള പ്രക്ഷോഭം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആദ്യം തന്നെ അവരുടെ പ്രധാന ആവശ്യമായ ഷെഡ്യൂൾ 6 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന പ്രകാരം വളരെയേറെ പ്രത്യേകതയുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന ഭൂപ്രദേശത്തിന് നൽകിയിരിക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാരമാണ് ഈ സ്പെഷ്യൽ നിയമം. ഈ നിയമം ഇപ്പോൾ നിലവിലുള്ളത് രാജ്യത്ത് മേഘാലയ, ത്രിപുര, മിസോറാം, ആസാം എന്നീ 4 സംസ്ഥാനങ്ങളിൽ മാത്രം 10 പ്രദേശത്താണ്. ആസാമിലെ ബോഡോലാൻഡ്, കിർബി അഗോളാങ് എന്നീ 2 പ്രദേശങ്ങളും മേഘാലയയിലെ ഗർഗോ ഹിൽസ്, ഖാസി ഹിൽസ്, ജയന്ത്യ ഹിൽസ്, ദിമാ ഹസാവോ എന്നീ 4 പ്രദേശങ്ങളും കൂടാതെ ത്രിപുരയിലെ 1 മേഖലയും മിസോറാമിലെ 4 മേഖലയിലുമാണ്. ഈ മേഖലയിൽ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഭൂമി വാങ്ങാൻ പോയിട്ട് ടൂറിസ്റ്റായി പോലും ആ പ്രദേശത്തേക്ക് കടക്കുന്നതിന് ഗോത്ര വിഭാഗത്തിൻ്റെ ഇൻലൈൻ പെർമിറ്റ് ആവശ്യമാണ്. അവർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല നിയമങ്ങളും ബാധകമല്ല. അവർക്ക് അവരുടെ ഗോത്ര നിയമങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഈ പ്രത്യേക നിയമം ലഡാക്ക് എന്ന രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കിരീടമായി കരുതുന്ന ലഡാക്കിന് വേണമെന്നുള്ളതാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം. സോനം വാങ്ചുക് എന്ന ലോകപ്രശസ്തനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന് ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിലേക്ക് വന്നതിന് അദ്ദേഹത്തിൻ്റെതായ പല ന്യായങ്ങളും പറയാനുണ്ടാവും. എങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ ഈ സമരം സൃഷ്ടിച്ച ആളുകളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തെ വളരെ കരുതലോടെ നേരിടുന്നത്. ഇനി ഈ സമരം വന്ന വഴികൾ പഠിക്കണമെങ്കിൽ ലഡാക്കിൻ്റെ ചരിത്രം കൂടി നമ്മൾ അറിയണം. 1947 സ്വതന്ത്ര ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും ഭാഗമാകാതെ ഒറ്റയ്ക്ക് മാറുന്ന ലഡാക്ക് ഉൾപ്പെടുന്ന ജമ്മു കാശ്മീർ എന്ന ഹരിസിംഗ് രാജാവിൻ്റെ രാജ്യത്തേക്ക് ലഡാക്കിൻ്റെ ബോർഡർ പ്രദേശമായ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെ വന്ന പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ച് കീഴടക്കിയപ്പോൾ
മറ്റു വഴികളില്ലാതെ ഭാരത സൈന്യത്തിൻ്റെ സഹായം ഗിരിജ് സിംഗ് രാജാവ് ആവശ്യപ്പെടുകയും ലഡാക്കിലെ ലേയിലെ സോജില മേഖലയിലൂടെ ഇന്ത്യൻ സൈന്യം കയറി പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുകയുമാണ് ഉണ്ടായത്. സർദാർ പട്ടേലിൻ്റെ ശ്രമഫലമായി പിന്നീട് ലഡാക്ക് ഉൾപ്പെടുന്ന ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ 370 എന്ന സ്പെഷ്യൽ കരാറിൽപ്പെടുത്തി സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അപ്പോഴും ലഡാക്കിൻ്റെ പാകിസ്ഥാൻ ബോർഡർ പ്രദേശം നെഹ്റു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്ന ഗണത്തിൽപ്പെടുത്തി പാകിസ്ഥാന് കൈവശം വെക്കാൻ മൗനാനുവാദം നൽകുകയും ചെയ്തു. അവർ അപ്പോഴേ തന്നെ ലഡാക്കിൻ്റെ കുറച്ചു ഭാഗം അവരുടെ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ്റെ ഭാഗമാക്കി വെക്കുകയും ചെയ്തിരുന്നു. ചേരിചേരാ നയമെന്ന ഭീരുവിൻ്റെ നിയമം കൊണ്ടുവരുന്ന നെഹ്റു അതിൽ ഇടപെടാനേ പോയില്ല. അതേ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ 1955 ചൈന ലഡാക്കിലെ ചില പ്രവിശ്യകൾ കയ്യേറി തിബറ്റിലേക്ക് റോഡ് നിർമ്മിച്ചു. അതും നെഹ്റു കണ്ടില്ലെന്ന് നടിച്ചു. പിന്നീട് ലഡാക്കിലേക്ക് സൈനിക അധിനിവേശം ചൈന തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ ഭാരതത്തിന് 1962 ചൈനയുമായി യുദ്ധം ചെയ്യേണ്ടി വന്നത്. പക്ഷേ നെഹ്റുവിൻ്റെ ഇന്ത്യ ചൈനയോട് തോറ്റു. ഫലം ലഡാക്കിൻ്റെ നിർണായകമായ പ്രദേശം ചൈന കൈയടക്കി. അവരതിനെ അക്സായ് എന്നു പേരിട്ട് സ്വന്തമാക്കി. പക്ഷേ ഇപ്പോഴും നരേന്ദ്രമോദി അത് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കരുതുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് തന്നെ ഇതേ അക്സായ് നിന്നും ലഡാക്കിൻ്റെ അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കാൻ കാറക്കോറം ഹൈവേ എന്ന റോഡ് ചൈന നിർമ്മിക്കാൻ തുടങ്ങി. രാജ്യം ഭരിച്ച കോൺഗ്രസിനോ ലഡാക്കിലെ പ്രദേശവാസികൾക്കോ അന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരു പരിസ്ഥിതി പ്രശ്നവും അവർ ഉയർത്തിയതുമില്ല. ഭാരതത്തിൻ്റെ സ്വന്തം പ്രദേശത്തുകൂടി ചൈന പാകിസ്ഥാനിലേക്ക് വഴിവെട്ടിയത് രാജ്യം ഭരിച്ച കോൺഗ്രസ് കണ്ട ഭാവം പോലും നടിച്ചില്ലെന്ന് മാത്രമല്ല, ചൈനയെ പിണക്കാതിരിക്കാൻ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥിരം നയമായ ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഭാരതം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താതെ സൈനികരെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. ചൈന ആ തക്കം മുതലാക്കി അവരുടെ സൈനികരെ കൂടുതൽ ഇന്ത്യൻ മേഖലയിലെ ലഡാക്കിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റ 2014 ശേഷവും ലഡാക്കിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം അവരെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് മാറ്റി ഒരു സ്വതന്ത്ര കേന്ദ്രഭരണ പ്രദേശം ആക്കണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ കാരണമെന്നത് ആർട്ടിക്കിൾ 370 പ്രകാരം ഭാരതത്തിൻ്റെ ഒരു നിയമങ്ങളും അനുസരിക്കാൻ ബാധ്യതയില്ലാതിരുന്ന ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് രാജ്യം വളരെ വലിയ തുക ചെലവിന് നൽകി സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി സൈനിക മേഖലയിൽ ഭാരതം ചെലവഴിക്കുന്നത് ആകെ ബജറ്റിൻ്റെ 15%. അങ്ങനെ വലിയൊരു തുകയാണ് ജമ്മു കാശ്മീരിലേക്ക് ഭാരത സർക്കാരിന് നൽകേണ്ടിയിരുന്നത്. അവിടേക്ക് നികുതി നൽകുന്നത് ജമ്മു കാശ്മീർ ഉൾപ്പെടാത്ത ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട സൈനികർ പോലും ആക്രമിക്കപ്പെടുകയും കാശ്മീർ വാസികളിൽ പാകിസ്ഥാൻ വാദം വളരുകയും ഭാരതത്തെ ശത്രുവായി കാണുന്ന ഒരു സമൂഹത്തെ വളർത്താനും വേണ്ടിയായിരുന്നു ഭാരതം 70 വർഷത്തോളം ഭാരതീയരുടെ നികുതി ഉപയോഗിച്ചിരുന്നത് എന്നതാണ് വസ്തുത. അപ്പോഴും ആകെ ജമ്മു കാശ്മീരിലേക്ക് ഭാരത സർക്കാർ നൽകുന്ന പണത്തിൻ്റെ കേവലം 2% മാത്രമാണ് ജനസംഖ്യാനുപാതികമായി ലഡാക്കിന് ലഭിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം 58 കോടി രൂപ മാത്രമാണ് 4 MLA-മാരും ഒരു MP-യും ലേ, കാർഗിൽ എന്നീ 2 ജില്ലകളും ആകെയുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ 60% ഭൂപ്രദേശവും ഉണ്ടായിരുന്ന ലഡാക്കിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലഡാക്കിൻ്റെ ആവശ്യം തങ്ങളെ ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കേന്ദ്രഭരണ പ്രദേശമാക്കിത്തരണം എന്നതായിരുന്നു. 2019 ചരിത്രപ്രധാനമായ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ മോദി സർക്കാർ ലഡാക്കിന് സ്വതന്ത്ര കേന്ദ്രഭരണ പദവി നൽകിയതിനെ ലഡാക്കിലെ ജനം സ്വാഗതം ചെയ്തു. ലഡാക്കിൻ്റെ MP-യായ BJP-യുടെ നങ്ങിയല്ലെന്ന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിലും ലഡാക്കിലും മറ്റ് സംസ്ഥാനത്തുള്ളവർക്ക് ഭൂമി വാങ്ങാനും ബിസിനസ് ചെയ്യാനും അവസരം ലഭിച്ചു. രാജ്യത്തെ നിയമങ്ങൾ അവിടെയും ബാധകമായി തുടങ്ങി. വൻതോതിൽ വികസന പ്രവർത്തനങ്ങൾ കാശ്മീരിലും വന്നു തുടങ്ങി. ടൂറിസ്റ്റുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റൊന്നും ആവശ്യമില്ലാതെ തന്നെ അവിടേക്ക് വരാൻ കഴിഞ്ഞു. തീവ്രവാദം വലിയ രീതിയിൽ കുറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കാശ്മീരിലുണ്ടായി. ഭാരതം തൻ്റെ ശിരസായി കരുതുന്ന തന്ത്രപ്രധാന മേഖലയായ കാശ്മീരിലും ലഡാക്കിലും പുതിയ റോഡുകൾ, ടണലുകൾ, ചെനാബ് പോലെയുള്ള വലിയ പാലങ്ങളൊക്കെ നിർമ്മിച്ച് ഭാരതം ഗതാഗത സൗകര്യങ്ങൾ എളുപ്പമാക്കി. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ലഡാക്കിൽ കടന്നു കയറിയുന്ന ചൈനയാണ്. പിന്നെ ചൈനയ്ക്ക് വേണ്ടി കുരയ്ക്കുന്ന പാകിസ്ഥാനെയും, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലം. അതുകൊണ്ട് തന്നെ കുരകൾ സമരരൂപത്തിൽ ഉടനെ വരിക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. എന്നത് മാത്രമാണ് സംശയം. പറഞ്ഞു വന്നത് 1949 പാകിസ്ഥാനെ തുരത്തി ഒഴിക്കാൻ ഇന്ത്യൻ സൈന്യം പോയ വഴിയിൽ ഇപ്പോൾ മോദി സോജില ടണൽ നിർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എങ്ങനെയാണ് കാർഗിൽ യുദ്ധമുണ്ടായതെന്ന്. കാർഗിലേക്കുള്ള റോഡ് തണുപ്പ് കാലത്ത് മഞ്ഞിനാൽ മൂടപ്പെടും. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള റോഡ് ഗതാഗതം 6 മാസം മാത്രമേ പൂർണ്ണമായി നടത്താൻ കഴിയൂ. 6 മാസം ആ റോഡ് ഉപയോഗിക്കാനേ കഴിയില്ല. ആ സമയം പരസ്പര കരാറിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും സൈനികർ പിൻവാങ്ങി അവരവരുടെ ക്യാമ്പിലേക്ക് പോകും. ആ മഞ്ഞുകാല സമയത്താണ് 1999 നവംബറിൽ പാകിസ്ഥാൻ സൈനികർ തീവ്രവാദികളെ ഉപയോഗിച്ച് കാർഗിൽ മേഖലയിൽ നുഴഞ്ഞു കയറി നമ്മുടെ മേഖല കൈവശപ്പെടുത്തിയത്.
ഉയരത്തിലുള്ള പാകിസ്ഥാൻ സൈനികരെ താഴ്വരയിൽ നിന്ന് മേലേക്ക് കയറി കീഴ്പ്പെടുത്താൻ ഭാരതം വല്ലാതെ ബുദ്ധിമുട്ടുകയും ഒരുപാട് ഭാരത സൈനികർ ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാവേണ്ടി വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഭാരതം കാർഗിൽ യുദ്ധത്തിൽ വിജയിച്ചു, പാകിസ്ഥാനെ തുരത്തി ഓടിച്ചു. അതിനുശേഷമാണ് അബ്ദുൽ കലാമും ജോർജ് ഫെർണാണ്ടസും വാജ്പേയിയും അദ്വാനിയും കൂടി രാജ്യത്തിന് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ വാങ്ങണമെന്ന തീരുമാനമെടുക്കുന്നതും റാഫേലിൻ്റെ ചർച്ചകൾ വന്നതും. പിന്നീട് വാജ്പേയിക്ക് ശേഷം വന്ന കോൺഗ്രസ് UPA സർക്കാർ അവിടെയും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് റാഫേൽ വാങ്ങാതിരുന്നതും പിന്നീട് നരേന്ദ്രമോദി വന്ന് റാഫേൽ വാങ്ങിയതും ഇന്ന് ഭാരത സൈന്യത്തിൻ്റെ പക്കൽ 15-ലധികം റാഫേൽ ഉണ്ടെന്നതും കൂടി ഈ വിഷയത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. എന്തിനാണ് ഭാരതം റാഫേൽ വാങ്ങാതിരിക്കാൻ രാഹുൽ ഗാന്ധിമാരും കെജ്രിവാൾമാരും യെച്ചൂരിമാരും ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി വായിട്ടലച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇന്ന് ഭാരതത്തിൻ്റെ പക്കൽ അത്യാധുനിക ആയുധങ്ങളുണ്ട്. ചിനൂക്ക് ഹെലികോപ്റ്ററുകളുണ്ട്. ചെനാബ് പോലുള്ള അനവധി പാലങ്ങളുണ്ട്. സോജില പോലെയുള്ള 12ഓളം ടണലുകൾ കാശ്മീർ ലഡാക്ക് മേഖലയിൽ ഭാരതം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം മഞ്ഞിനാൽ മൂടപ്പെട്ടിരുന്ന റോഡ് ഈ ടണലുകൾ കാരണം ഇല്ലാതാവുകയാണ്. അതായത് വർഷത്തിൽ 365 ദിവസവും സൈനികർക്കും ജനങ്ങൾക്കും ആ മേഖലയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അത് സ്വാഭാവികമായും ഭാരതത്തിന് നൽകുന്നത് വളരെ വലിയ ഊർജ്ജമാണ്. അതിർത്തി സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ ടണൽ നിർമ്മാണം. അത് പൂർത്തിയാകാൻ പോവുകയാണ്. ആ സമയത്താണ് ഈ പ്രക്ഷോഭം വന്നത് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൈന പാകിസ്ഥാൻ ഇടനാഴിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കിയ ചൈന ഇപ്പോൾ അങ്കലാപ്പിലാണ്. ലഡാക്ക് പൂർണ്ണമായും കേന്ദ്രഭരണ പ്രദേശമായി തുടർന്നാൽ അത് ഭീഷണിയാവുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും മാത്രമാണ്. അത് മനസ്സിലാക്കിയാണ് ചൈനയുടെ പിണിയാളുകൾ ലഡാക്കിലെ ജനങ്ങളെ ആരുടെയൊക്കെയോ സഹായത്തോടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഈ പ്രക്ഷോഭം ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഈ സമരം കൂടുതൽ ശക്തമാകാൻ 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. മോദിയെ അട്ടിമറിക്കാനുള്ള അവസാന അവസരമാണിത്. പറ്റിയ സമയം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ചൈനയും സോറോസും ചേർന്ന് ലഡാക്കിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും കുരുതി കൊടുക്കുമോ എന്ന് പോലും ഞാൻ ഭയക്കുന്നു. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനം. വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. വരുംകാലത്ത് ഇലക്ട്രിക് വാഹന വിപണിയുടെ നട്ടല്ലായ ബാറ്ററി നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ ലിഥിയം കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ മൈനിങ് കൂടി ഭാരതം തുടങ്ങിയാൽ പിന്നെ ഭാരതത്തിൻ്റെ പുരോഗതി ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലായിരിക്കും. അതാണ് ചൈനയെ ഭയപ്പെടുത്തുന്നത്. ചൈനയെ മാത്രമല്ല, ഇന്ത്യയെ ഇഷ്ടപ്പെടാത്ത എല്ലാ രാജ്യങ്ങൾക്കും ആ കാര്യത്തിൽ ഇന്ത്യയോട് ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൈനിങ് തടയാൻ വേണ്ടി കൂടിയാണ് ഈ പ്രക്ഷോഭം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യമെന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം കുറയ്ക്കുന്ന രീതിയിൽ ലഡാക്കിന് സ്വയംഭരണ സംസ്ഥാനം കൂടാതെ പുറത്തുനിന്ന് ടൂറിസ്റ്റായി പോലും വരാൻ ഇൻലൈൻ പെർമിറ്റ് വേണ്ടിവരുന്ന സ്പെഷ്യൽ ഭേദഗതിയായ ഷെഡ്യൂൾ 6 അധികാരം ആണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തു മനസ്സിലായി? ഈ ആവശ്യവുമായി മെയ് 4-ന് അമിത്ഷായെ കാണാനെത്തിയ സംഘത്തോട് ഇപ്പോൾ നിലവിലുള്ള കാർഗിൽ, ലേ എന്നീ 2 ജില്ലാ ഭരണകൂടത്തിന് കൂടുതൽ അധികാരം നൽകും വിധം ആർട്ടിക്കിൾ 371 എന്ന ഭേദഗതി നടപ്പിലാക്കാം, ഷെഡ്യൂൾ 5-ൽ ഉൾപ്പെടുത്തി നാടിൻ്റെ പൈതൃകവും പരിസ്ഥിതിയും സംരക്ഷിക്കാം എന്നൊക്കെയുള്ള ഉറപ്പുകൾ കേന്ദ്ര സർക്കാരും അമിത്ഷായും നൽകിയിട്ടും അത് പോരാ എന്നുള്ള ഈ കടുംപിടുത്തം ലഡാക്കിൻ്റെ വികസനം അട്ടിമറിക്കാനും ഭാരതത്തിൻ്റെ തന്ത്രപ്രധാന മേഖലയായ ലഡാക്കിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരമാധികാരം ഇല്ലാതാക്കാനുമുള്ള ചൈനയുടെയും സോറോസിൻ്റെയും കളിയല്ലാതെ പിന്നെ എന്താണ്? സോനം വാങ്ചുക് എന്ന ശാസ്ത്രജ്ഞനെ, പരിസ്ഥിതിവാദിയെ, ജനകീയ മുഖത്തെ ഒരു പാവയായി അദ്ദേഹം പോലും അറിയാതെ ഇതിൻ്റെ ഭാഗം ആക്കിയതാവണം ചിലർ. കാരണം മുൻകാലങ്ങളിൽ ടിക്ടോക്കിനെതിരെയും ചൈനീസ് ആർമിക്കെതിരെയുമൊക്കെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വാങ്ചുക് ഇന്ത്യ വിരുദ്ധ സോറോസിൻ്റെ പടയാളിയാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലഡാക്കിൻ്റെ സംസ്കാരവും പരിസ്ഥിതിയും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം വൻതോതിൽ വിനോദസഞ്ചാരികൾ ലഡാക്കിലേക്ക് വരുന്നത് അവിടുത്തെ പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട് എന്നതൊരു ഘടകം തന്നെയാണ്. വ്യാവസായികമായി പുരോഗതിയും ലിഥിയം മൈനിങ്ങും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഒരു നാടിൻ്റെ സംസ്കാരവും പൈതൃകവും നിലനിർത്താൻ വേണ്ടി എന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നികുതി കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. എല്ലാവരും പറയുന്നത് പോലെ ലഡാക്ക് ഒരു ബുദ്ധിസ്റ്റ് മജോറിറ്റി സ്ഥലമൊന്നുമല്ല. അതിൽ കൂടുതൽ മുസ്ലിം ജനവിഭാഗവും താമസിക്കുന്നത് കാർഗിൽ മേഖലയിലാണെന്ന് മാത്രം. ലേയിലാണ് ബുദ്ധിസ്റ്റ് മജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വളരെ കരുതലോടെ മാത്രമേ പ്രക്ഷോഭകാരികളുടെ ആവശ്യം ചർച്ച ചെയ്യാനെങ്കിലും കഴിയൂ. എൻ്റെ അഭിപ്രായത്തിൽ ലഡാക്കിനെ മനസ്സിലാക്കുന്ന ലഡാക്കിലുള്ള ഒരാളെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായ പരമാധികാരമുള്ള ലഫ്റ്റനൻറ്റ് ഗവർണർ ആക്കുക. വിനോദസഞ്ചാരികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നിയന്ത്രിക്കുക. ഒപ്പം ലഡാക്കിലെ ജനങ്ങളുടെ സംസ്കാരം നിലനിർത്താനുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ ജില്ലാ ഘടകങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുക. പക്ഷേ ഭൂമിക്ക് മേലുള്ള നിയന്ത്രണവും പരമാധികാരവും
കേന്ദ്ര സർക്കാരിൽ തന്നെ ആയിരിക്കേണ്ടത് രാജ്യത്തിന് വളരെയേറെ പ്രധാനമാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതിന് മുമ്പ് 58 കോടി രൂപ മാത്രം വർഷം ലഭിച്ചുകൊണ്ടിരുന്ന ലഡാക്കിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് 6000 കോടി രൂപയാണ്. പക്ഷേ ഈ 6000 കോടി രൂപയിൽ 90%, അതായത് 5400 കോടി രൂപയും എങ്ങനെ ഏതു വിധത്തിൽ ചെലവഴിക്കണം എന്നുള്ള പരമാധികാരം ലഫ്റ്റനൻറ്റ് ഗവർണർക്കാണ്. ബാക്കി 600 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 10% മാത്രമാണ് നിലവിൽ ലേയും കാർഗിലും ഉൾപ്പെടെയുള്ള ജില്ലാ ഘടകത്തിന് നൽകിയിരിക്കുന്നത്. മെയ് 25-നാണ് ഒരേ ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള ലഡാക്കിലെ തെരഞ്ഞെടുപ്പ്. നിലവിൽ BJPയുടെ സിറ്റിംഗ് MP ആയ നങ്യാൽ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ച് ഇതുവരെ കണ്ടില്ല. ഈ ലഡാക്ക് പ്രക്ഷോഭത്തെ രഹസ്യായുധമായി കരുതി വച്ചിരിക്കുന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ പ്രക്ഷോഭത്തെ ഏത് രീതിയിലേക്ക് വഴിതിരിച്ചിടുമെന്നുള്ള ഭയം എനിക്കിപ്പോഴേ തന്നെയുണ്ട്. പക്ഷേ അപ്പോഴും ഇതൊക്കെ വളരെ നന്നായി അറിയാവുന്ന അജിത് ഡോവൽ, അമിത്ഷാ, നരേന്ദ്രമോദി ത്രയം എങ്ങനെ ഇത് ഡീൽ ചെയ്യുമെന്ന് കാണാൻ വേണ്ടി കൂടി ഞാൻ കാത്തിരിക്കുകയാണ്.